നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴയാറിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. ചൊവ്വാഴ്ച ഉച്ചയോടെ ലതാക്കടവിൽ നിന്ന് ഒഴുക്കിൽപ്പെട്ട് കാണാതായ തൊടുപുഴ സ്വദേശിനിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പെരുവമൂഴി പാലത്തിന് സമീപത്ത് നിന്നാണ് കണ്ടെത്തിയത്. മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ച് LDF കൗൺസിലർമാർ. നഗരത്തിലെ തെരുവുവിളക്കുകൾ കത്തുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ. സ്വാതന്ത്ര്യ രംഗത്ത് പുതിയ അധ്യായം രചിച്ച സ്നേഹസ്പർശം കൂട്ടായ്മ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. സംഘടനയുടെ ആദ്യ പദ്ധതിയായാണ് പഠനോപകരണ വിതരണം. പെട്രോൾ ഡീസൽ വില വർധനയ്ക്കെതിരെ പ്രതിഷേധം. മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി CPIM. എസ്തോസ് ഭവന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ PSA ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കും. നടപടികൾ ഉടൻ പൂർത്തിയാക്കാൻ തീരുമാനം. വിവിധ വാർഡുകളിലേക്ക് പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ ഓക്സിജൻ വിതരണം ഉറപ്പാക്കാനാകും. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴയാറിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. ചൊവ്വാഴ്ച ഉച്ചയോടെ ലതാക്കടവിൽ നിന്ന് ഒഴുക്കിൽപ്പെട്ട് കാണാതായ തൊടുപുഴ വെങ്ങല്ലൂർ കോന്നാട്ട് രവിയുടെ ഭാര്യ വത്സലയുടെ മൃതദേഹം വ്യാഴാഴ്ച ഉച്ചയോടെ പെരുവമൂഴി പാലത്തിന് സമീപത്ത് നിന്നാണ് കണ്ടെത്തിയത്. മൂവാറ്റുപുഴയാറിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. ചൊവ്വാഴ്ച ഉച്ചയോടെ ലതാക്കടവിൽ നിന്ന് ഒഴുക്കിൽപ്പെട്ട് കാണാതായ തൊടുപുഴ വെങ്ങല്ലൂർ കോന്നാട്ട് രവിയുടെ ഭാര്യ വത്സലയുടെ മൃതദേഹം വ്യാഴാഴ്ച ഉച്ചയോടെ പെരുവമൂഴി പാലത്തിന് സമീപത്തു നിന്നാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ വത്സലയെ പിന്നീട് കാണാതാവുകയായിരുന്നു. മൂവാറ്റുപുഴ ഫയർഫോഴ്സിന്റെയും സ്കൂബ ടീമിന്റെയും നേതൃത്വത്തിൽ 2 ദിവസം നീണ്ട പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പ്രതികൂല കാലാവസ്ഥയും ഒഴുക്കും തെരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. തുടർന്നാണ് വ്യാഴാഴ്ച ഉച്ചയോടെ പെരുവമൂഴി പാലത്തിന് സമീപത്തു നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. മൂവാറ്റുപുഴ ഫയർഫോഴ്സ് മൃതദേഹം കരക്കെത്തിച്ചു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മൂവാറ്റുപുഴ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ച LDF കൗൺസിലർമാർ. നഗരത്തിലെ തെരുവുവിളക്കുകൾ കത്തുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയത്. നഗരത്തിലെ തെരുവ് വിളക്കുകൾ കത്തുന്നില്ലെന്നാരോപിച്ച് LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചു. മൂവാറ്റുപുഴ നഗരസഭാ കവാടത്തിന് മുന്നിലാണ് LDF കൗൺസിലർമാർ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. നഗരത്തിലെ നിരവധി പ്രദേശങ്ങളിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായതോടെയാണ് 7 LDF കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നഗരത്തിലെ പ്രധാന റോഡുകൾ മാസങ്ങളായി ഇരുട്ടിൽ തുടരുന്നത് ഭരണസമിതിയുടെ ഗുരുതരമായ വീഴ്ചയാണെന്നും ജനങ്ങളുടെ സുരക്ഷയെപ്പോലും അവഗണിക്കുന്ന സമീപനമാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് മജീദ് മങ്ങാടൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മളുടെ കോൺട്രാക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 10 ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ അന്വേഷിച്ചു, ഏതാണ്ട് 10 ലക്ഷം രൂപ ഏതാണ്ട് കൊടുക്കാനുണ്ട്. അതിൻ്റെ പണം കിട്ടിയതിന് ശേഷം മാത്രമാണ് അവർ അടുത്ത വർക്ക് ചെയ്യുകയുള്ളൂ എന്നാണ് അവരുടെ തീരുമാനം. നമ്മൾ എന്ത് ചെയ്യും? ഈ നഗരത്തെ മുഴുവനും ഇരുട്ടിലാക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ നഗരസഭയ്ക്കകത്ത് ഏതാണ്ട് 30ഓളം വാർഡുകളാണുള്ളത്. ഈ 30 വാർഡുകളിലെയും അവസ്ഥ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. പല ഭാഗങ്ങളിലും സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ്. രാത്രിയായി കഴിഞ്ഞാൽ MDMA പോലുള്ള മയക്കുമരുന്ന് പോലുള്ള ആളുകൾ കച്ചവടക്കാരെ ഒരു കേന്ദ്രമായി പല സ്ഥലങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചാൽ വാർഡുകളിൽ നിന്നും
ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശക്തമായ സമരം ഞങ്ങൾ ഈ മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് മുന്നിലേക്ക് നടത്താൻ ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാമൂഹിക വിരുദ്ധരുടെയും ലഹരി മാഫിയയുടെയും വിളയാട്ടമാണെന്നും നഗരസഭ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങളെ പങ്കെടുപ്പിച്ച ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സാന്ത്വന രംഗത്ത് പുതിയ അധ്യായം രചിച്ച സ്നേഹസ്പർശം കൂട്ടായ്മ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. സംഘടനയുടെ ആദ്യ പദ്ധതിയായി നടത്തിയ പഠനോപകരണ വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി സ്നേഹസ്പർശം കൂട്ടായ്മ. മൂവാറ്റുപുഴയിലെ കക്ഷിരാഷ്ട്രീയ മതഭേദമന്യേ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുടെയും കലാകാരന്മാരുടെയും കലാ ആസ്വാദകരുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ച സ്നേഹസ്പർശം കൂട്ടായ്മ കലയിലൂടെ കൂട്ടായ്മ, കൂട്ടായ്മയിലൂടെ ചാരിറ്റി എന്ന പ്രമേയത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. വൺവേ ജംഗ്ഷനിലെ റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായും ഇത്രയും പ്രായമുള്ള ചെറുപ്പക്കാർ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് പ്രത്യേകിച്ചും നമുക്കറിയാം, കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. കാരണം ഇനിയുള്ള കാലഘട്ടം അറിവിൻ്റേതാണ്. നല്ല അറിവ് നേടുകയും ആ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കാഴ്ചപ്പാടോട് കൂടിയുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കുന്ന പോലെ അക്കാഡമിക് മാത്രമല്ല, അതുപോലെ തന്നെ അവരിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റ് അവരുടെ കഴിവുകളൊക്കെയും പരിപോഷിപ്പിക്കപ്പെടുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവരൊരു വ്യക്തി അന്നേരമാണ് ഉണ്ടാകുന്നത് തന്നെ. വ്യക്തിയായി മാറുന്നത് അവന് പാട്ടറിയാവുന്നതിന് പാട്ട് പാടാനുള്ള അവസരം, അതിലൂടെ വളരാനുള്ള അവസരം, ഡാൻസ് ആണെങ്കിൽ അതിലൂടെ അവസരം, കഥ എഴുതാനാണെങ്കിൽ, ചിത്രം വരയ്ക്കാനാണെങ്കിൽ, സ്കൾപ്ചറിങ് ആണെങ്കിൽ, അത് ചെയ്യാൻ ക്രാഫ്റ്റ് വർക്കാണെങ്കിൽ, ഏത് കാര്യത്തിലും അവരിൽ ഉറങ്ങിക്കിടക്കുന്ന അവരിൽ അല്ലെങ്കിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ പുറത്തു കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം അതിൻ്റെതായ ശരിയായ ദിശയിൽ സഞ്ചരിക്കുക. സംഘടനയുടെ ആദ്യ പദ്ധതിയായാണ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തിയത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം, പ്രതിപക്ഷ നേതാവ് മജീദ് മങ്ങാട്ട്, മുൻ നഗരസഭാ ചെയർമാൻ MA സഹീർ, പായിപ്പട പഞ്ചായത്ത് അംഗം ഷീജ സലാം, സ്നേഹസ്പർശം ഭാരവാഹികളായ ഷനീർ അലിയാർ, ജേക്കബ് തോമസ്, PY നൂഹ്, എൽദോ ബാബു, TS മുഹമ്മദ്, അഷറഫ് ബദരിയ, അമീർ നെടുമ്പുറം, ശ്രീകാന്ത്, അബിൻസ് അബി, നൌഷാദ് കരിമാക്കാട്ട്, ഷക്കീർ കരിമാക്കാട്ട്, ബിനി ഡോൾ, അബ്ബാസ് ചക്കുങ്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പെട്രോൾ ഡീസൽ വിലവർധനയ്ക്കെതിരെ മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി CPIM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി. എസ്തോസ് ഭവന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. പെട്രോൾ ഡീസൽ വിലവർധനയ്ക്കെതിരെ CPIM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. എസ്തോസ് ഭവന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ഈ പ്രക്ഷോഭ സമരത്തിലേക്ക് മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളെയും പാർട്ടി പ്രവർത്തകരെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നടത്തിയ ധർണ CPIM ജില്ലാ സെക്രട്ടറി S സതീഷ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇന്ന് നീണ്ട വർഷക്കാലത്തെ അനുഭവത്തിൽ നിന്നും രാജ്യത്തെ ജനത നമ്മെ മനസ്സിലാക്കുന്നത് മാർക്കറ്റിൽ വില കൂടുമ്പോഴും കൂടും, കുറയുമ്പോഴും കൂടും എന്ന സ്ഥിതിയാണ്. കുറയുമ്പോൾ അതിന്റെ ആനുപാതികമായ ഗുണം നമുക്ക് ലഭിക്കാതിരിക്കുന്നത് അധിക നികുതി ഭാരം കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്നു എന്നിടത്താണ്. നികുതി ക്രമാനുഗതമായി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മാർക്കറ്റിൽ കുറയുന്നതിന്റെ വില നമുക്ക് കുറയുന്നില്ല. അത് നികുതി പിരിക്കുകയാണ്. ആ നികുതിയാകട്ടെ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിലേക്കും സംസ്ഥാന സർക്കാരിലേക്കും പോകത്തക്ക വിധത്തിലേക്കുള്ള സമ്പ്രദായത്തെ കൊണ്ടുവരും. നികുതിക്ക് പുറമെ അധിക സെസ് ഉൾപ്പെടെയുള്ള സമ്പ്രദായങ്ങൾ കേന്ദ്ര ഖജനാവിലേക്ക് നേരിട്ട് കിട്ടാൻ കഴിയത്തക്ക രൂപത്തിലേക്കുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തും. അങ്ങനെ വരുന്നതിന്റെ ഭാഗമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില എന്ന് പറഞ്ഞാൽ ഇന്ന് പിടിച്ചു നിർത്താൻ കഴിയാത്ത അനിയന്ത്രിതമാകുന്ന രൂപത്തിലേക്ക് മാറി തീർന്നിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. ഈ സമീപനം അവർ എല്ലാ കാലത്തും സ്വീകരിക്കുകയാണ്. ഇപ്പോ കൂനുമേ കുരു എന്ന് പറഞ്ഞ പോലെ ആ സമീപനത്തെ രൂക്ഷമാക്കുന്ന വിധത്തിലേക്ക് യുദ്ധത്തിന്റെ അന്തരീക്ഷം വന്നു. ഒരു യുദ്ധമുണ്ടാകുന്ന ലാഞ്ചന വന്നാൽ ഏതൊരു രാഷ്ട്രവും സ്വീകരിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് 90 ദിവസം 3 മാസക്കാലം
ആ യുദ്ധത്തിന്റെ കെടുതി ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തയ്യാറായോ? ഈ രാജ്യത്ത് 3 മാസം പോകട്ടെ, 15 ദിവസത്തെ സംഭരണം തയ്യാറാക്കാൻ തയ്യാറായോ? തയ്യാറായില്ല. എന്താ കാരണം? അത്തരത്തിലുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതല്ല, റിലയൻസിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ക്രമാനുഗതമായ വിലവർധനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത് സംസ്കരണം നടത്തി ലോകത്തേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ട് കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന റിലയൻസിന്റെ താല്പര്യത്തിനൊപ്പം നിൽക്കുക, അദാനിയുടെ താല്പര്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം. അല്ലാതെ നാട്ടിലെ സാധാരണ തൊഴിലാളികളുടെയോ കർഷകരുടെയോ സാമാന്യ ജനതയുടെ ജീവിതത്തെ അതെങ്ങനെ ബാധിക്കും, അവരുടെ കുടുംബ ബഡ്ജറ്റിനെ എങ്ങനെ ബാധിക്കും, അവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്ന പ്രശ്നമായിരുന്നില്ല നരേന്ദ്രമോദിയുടെ പ്രശ്നം. കോർപ്പറേറ്റുകളുടെ ലാഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു എന്ന് കാണണം. കേന്ദ്ര ഗവൺമെന്റിന്റെ പക്ഷം എന്നുള്ളത് സാധാരണ മനുഷ്യരുടെ പക്ഷമല്ല, കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ്. സാധാരണ മനുഷ്യരുടെ ജീവിതം തകർന്നാലും അവർക്ക് പ്രയാസമില്ല. എന്നാൽ ആ പ്രയാസം അനുഭവിക്കുന്ന ജനതയെ വർഗീയമായി ചേരിതിരിക്കുക, വർഗീയമായി സംഘടിപ്പിക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഏരിയ കമ്മിറ്റി അംഗം CK സോമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ, ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു, UR ബാബു, MR പ്രഭാകരൻ, സജി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ PSA ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കാൻ തീരുമാനം. പ്ലാന്റ് പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുന്നതോടെ ആശുപത്രിയിലെ വിവിധ വാർഡുകളിലേക്ക് പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ ഓക്സിജൻ വിതരണം ഉറപ്പാക്കാനാകും. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് അനുവദിച്ച 1000 LPM ശേഷിയുള്ള PSA ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കാൻ തീരുമാനം. കോവിഡ് കാലഘട്ടത്തിൽ ആശുപത്രിയിലെ ഐസൊലേഷൻ യൂണിറ്റുകളിലേക്ക് നേരിട്ട് ഓക്സിജൻ വിതരണം ചെയ്യുന്നതിനായി HITES മുഖേന സ്ഥാപിച്ച പ്ലാന്റ് അന്ന് കാര്യക്ഷമമായി ഉപയോഗിച്ചിരുന്നു. പ്ലാന്റിനായി അനുവദിച്ച ജനറേറ്റർ ആവശ്യമായ സൗകര്യങ്ങളില്ലാത്തതിനാൽ വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യങ്ങളിൽ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. ആശുപത്രിയിൽ മലിനജല സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചതോടെ വൈദ്യുതിയിലൂടെ ആവശ്യകത വർദ്ധിക്കുകയും നിലവിലെ ട്രാൻസ്ഫോമറിന്റെ ശേഷി കവിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന PWDയുടെയും KSEBയുടെയും വിദഗ്ധർ പങ്കെടുത്ത യോഗത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതുവരെ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നത് മാറ്റിവയ്ക്കുകയായിരുന്നു. തുടർന്ന് നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ സാധിച്ചത്. ജനറേറ്റർ സൗകര്യമില്ലാതെ ഉപയോഗിക്കാതെ കിടന്നിട്ടുള്ള പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണികൾ ഉടനെ പൂർത്തിയാക്കി പൈപ്പുകൾ പുനഃക്രമീകരിച്ച് പുതിയ സംവിധാനത്തിൽ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കാമെന്ന് ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആനുവൽ മെയിന്റനൻസ് കരാർ കമ്പനി മെഡ്ഫ്രഷ് പ്രൈവറ്റ് ലിമിറ്റഡ് അറിയിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. 1000 LPM ശേഷിയുള്ള PSA ഓക്സിജൻ പ്ലാന്റ് ആയിരുന്നു അന്ന് ജനറൽ ഹോസ്പിറ്റലിന് വേണ്ടി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഐസൊലേഷൻ യൂണിറ്റുകളിലേക്ക് നേരിട്ട് പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ എത്തിക്കുവാനായിട്ടുള്ള സംവിധാനം ഉൾപ്പെടെയാണ് അന്ന് ആ ഒരു പ്രോജക്റ്റ്, അത് HITES മുഖേനയാണ് ആ ഒരു പ്രോജക്റ്റ് നിലവിൽ വന്നത്. പിന്നീട് ലക്ഷ്യ ലേബർ റൂം സ്ഥാപിക്കുകയും അവിടത്തേക്ക് വൈദ്യുതി കണക്ഷൻ നൽകേണ്ടി വരികയും വന്നപ്പോൾ അത് കണക്ഷൻ മാറ്റി കൊടുക്കേണ്ടി വന്നു. അതുകൂടാതെ കൊണ്ട് തന്നെ ജനറൽ ഹോസ്പിറ്റലിൽ STPM നിലവിൽ വന്നു. അപ്പോൾ കൂടുതൽ ലോഡ് വൈദ്യുതിയുടെ ആവശ്യം വന്നതോടുകൂടി നിലവിലുള്ള ട്രാൻസ്ഫോമറും കൂടി വന്നതോടുകൂടി കണക്ഷൻ പലയിടത്തും മാറ്റി കൊടുക്കേണ്ട കാര്യവും ലക്ഷ്യയ്ക്കും അതുപോലെ തന്നെ STP പ്ലാന്റിനും പ്രയോറിറ്റി കൊടുക്കുകയും വരേണ്ടി വന്നപ്പോൾ അന്ന് KSEBയുടെയും PWDയുടെയും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഓക്സിജൻ പ്ലാന്റിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കുക, അല്ലെങ്കിൽ അത് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു റിപ്പോർട്ടിന്മേൽ അത് ഒരു തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം നമ്മൾ പല മീറ്റിങ്ങുകളും ഇത് വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും കാര്യത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ബഹുമാനപ്പെട്ട MP ഡീൻ കുര്യാക്കോസിൻ്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ജനറൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഞങ്ങളൊരു യോഗം കൂടുകയും DMO ഉൾപ്പെടെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുകയും ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മെഡ്ഫ്രഷ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇപ്പം ആനുവൽ മെയിൻ്റനൻസ് കരാർ സൈൻ ചെയ്തിരിക്കുന്നത്. അവരുമായിട്ട് ബന്ധപ്പെടുകയും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണ്, അല്ലെങ്കിൽ പുതിയ ജനറേറ്റർ സംവിധാനം തന്നെ വേണം എന്നുള്ള ഒരു സജഷനുമായിട്ട് മുമ്പോട്ട് പോകണമോ എന്നുള്ള തരത്തിൽ ചർച്ച പോയപ്പോൾ പാരലായിട്ട് സംവിധാനം ഒരുക്കുവാനായിട്ട് പറ്റും. നിലവിലുള്ള വൈദ്യുതി കണക്ഷൻ മറ്റു രീതിയിൽ അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ കണക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പ്ലാന്റിൻ്റെ സംവിധാനം അവർ നിർദ്ദേശിക്കപ്പെടുന്ന രീതിയിലേക്ക് പുനഃക്രമീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ ഓക്സിജൻ വിവിധ യൂണിറ്റുകളിലേക്ക് പൈപ്പ് ലൈൻ വഴി കൊടുക്കുവാനായിട്ടുള്ള സംവിധാനമുണ്ട് എന്നും
ഒരാഴ്ചയ്ക്കുള്ളിൽ ഡൽഹിയിൽ നിന്നും ഈ കമ്പനിയുടെ പ്രതിനിധികൾ ജനറൽ ഹോസ്പിറ്റലിൽ വന്ന് സന്ദർശിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് നൽകി. പ്ലാന്റ് പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുന്നതോടെ ആശുപത്രിയിലെ വിവിധ വാർഡുകളിലേക്ക് പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ ഓക്സിജൻ വിതരണം ഉറപ്പാക്കാനും ഭാവിയിലെ ഓക്സിജൻ ആവശ്യകതകൾ കാര്യക്ഷമമായി നിറവേറ്റാനും സാധിക്കും. MCS Hospital, we take care of your health. പാലക്കുഴ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി BJP പാലക്കുഴ പഞ്ചായത്ത് കമ്മിറ്റി. ഡിജിറ്റൽ സർവേ അപാകത പരിഹരിച്ച് പൊതുജനങ്ങൾക്ക് എത്രയും വേഗം കരമടയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. പാലക്കുഴ വില്ലേജിലെ ഡിജിറ്റൽ സർവേ അപാകത പരിഹരിച്ച് പൊതുജനങ്ങൾക്ക് എത്രയും വേഗം കരമടയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, സർക്കാർ ജീവനക്കാരുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP പാലക്കുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പാലക്കുഴ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ P. മോഹൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒട്ടനവധി പരാതികൾ, ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ഈ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് ഇന്ന് കാണാൻ സാധിക്കും. അവയുടെ ഭൂമിയുടെ വിസ്തീർണവുമായി ബന്ധപ്പെട്ട് തലമുറകളായി കൈമാറി വന്നിട്ടുള്ള വർഷങ്ങളായിട്ട് അവർ കലമ അടച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഇന്ന് അതിൽ സർവേ നമ്പറിൽ വ്യത്യാസം വന്നു, അല്ലെങ്കിൽ അതിലെ വിസ്തീർണത്തിൽ വ്യത്യാസം വന്നു എന്നുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് മാറ്റിവയ്പ്പിക്കുമ്പോൾ ഇന്ന് ഇവിടെ സൂചിപ്പിച്ച പോലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നതിനും അതുപോലെ തന്നെ കർഷകരായിട്ടുള്ള ആളുകൾക്ക് കാർഷിക ലോണുകൾ എടുക്കുന്നതിനുമൊക്കെ ഈ കലം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഈ സമയത്ത് ഇതിന് വരുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികമാണ് ഈ ജനങ്ങളെ ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. BJP പാലക്കുഴ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അജിത് V. ഗോവിന്ദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJP മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് T. ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. SC മോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അജീഷ് തങ്കപ്പൻ, BJP മൂവാറ്റുപുഴ മണ്ഡലം വൈസ് പ്രസിഡന്റ് രമേശ് കാവന, BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുജിത് VR, മഹിളാ മോർച്ച പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അജിത് കുമാരി, കർഷക മോർച്ച എറണാകുളം ഈസ്റ്റ് വൈസ് പ്രസിഡന്റ് രഘുനാഥ് പിള്ള KN, OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി അനൂപ് കരോട്ടുമഠത്തിൽ, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ജോയി NC, പഞ്ചായത്ത് സമിതി വൈസ് പ്രസിഡന്റുമാരായ ലാൽ K. തോമസ്, കുഞ്ഞ PK, പഞ്ചായത്ത് സമിതി സെക്രട്ടറി അനൂപ് MS തുടങ്ങിയവർ പങ്കെടുത്തു. അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ലോക രക്തദാന ദിനത്തിന്റെയും പരിസ്ഥിതി ദിനാചരണത്തിന്റെയും ഭാഗമായി എറണാകുളം IMA ബ്ലഡ് ബാങ്കും നോർത്ത് പിറമാടം CKR ആശുപത്രിയും സംയുക്തമായി രക്തദാന ക്യാമ്പും വൃക്ഷത്തൈ നടീലും നടത്തി. സമൂഹത്തിൽ രക്തദാനത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. CKR ആയുർവേദ ആശുപത്രിയിൽ വൃക്ഷത്തൈ നട്ട് ഡീൻ കുര്യാക്കോസ് NP ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ മൂവാറ്റുപുഴ ഗ്ലോബൽ വില്ലേജിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്തു. ട്രാക്കാട് ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്തത്. ഡിസ്ട്രിക്ട് ഗവർണർ ജയേഷ് VS, അഡീഷണൽ പ്രൊജക്ട് ഡിസ്ട്രിക്ട് സെക്രട്ടറി TK മുരളീധരൻ, റീജിയണൽ ചെയർപേഴ്സൺ ബേബി മാത്യു, സോൺ ചെയർപേഴ്സൺ KP അബ്രഹാം, പ്രസിഡന്റ് KP കൃഷ്ണൻ, സെക്രട്ടറി OK വിവേകിതൻ, ട്രഷറർ വൈശാഖ് ഷാജി, VT പൈലി എന്നിവർ നേതൃത്വം നൽകി. വാഴക്കുളം CMI മൂവാറ്റുപുഴ പ്രവിശ്യാംഗമായ ബ്രദർ പീറ്റർ പൂത്തറ നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച 2:30 വാഴക്കുളം കർമ്മല ആശ്രമ ദേവാലയത്തിൽ. വെള്ളാറ പുത്തൻപള്ളി പൂത്തറ പരേതരായ ചാണ്ടി അന്ന ദമ്പതികളുടെ മകനാണ്. തേവര, കൊടുവേലി, വാഴക്കുളം, മൈസൂർ, ആലുവ, കളമശ്ശേരി, കൂനമ്മാവ്, നിരവിൽപ്പുഴ, കട്ടപ്പന, നേര്യമംഗലം, കോതമംഗലം എന്നിവിടങ്ങളിലെ വിവിധ CMI സ്ഥാപനങ്ങളിലും ആശ്രമങ്ങളിലും പ്രൊക്യുറേറ്റർ എന്ന നിലയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ ചിന്നമ്മ, പരേതനായ ചാണ്ടി ജോസഫ്, അച്ചാമ്മ ചെമ്മാശ്ശേരി നീണ്ടൂർ, മേരി കണ്ണങ്കര, ഏലിയാമ്മ കൂടല്ലൂർ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.